ഓസിലർ ഒരു ഗിഫ്റ്റ്. ഓക്കെ, ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സിംഗിൾ മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ആളുകളൊന്ന് ഇതായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജയറാമേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, December 10. അന്ന് കാണുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ. സോ അതിനെ കുറിച്ചാണ്. അപ്പോൾ ജയറാമേട്ടൻ്റെ 10 സിനിമയുടെ പേരെങ്കിലും പറയണവർക്ക് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റൊക്കെ വലുതാട്ടോ. നമ്മൾ ചെറിയ ഗിഫ്റ്റൊന്നും കൊടുക്കില്ല. പക്ഷേ ആൻസർ പറയാത്ത ഒരെണ്ണെങ്കിലും പറയണവർക്ക് ചെറിയ ഗിഫ്റ്റ്, അല്ലാത്തവർക്ക് കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ വലിയ ഗിഫ്റ്റ്. അങ്ങനെയാണ് ഇന്ന്. പക്ഷേ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതെനിക്ക് മൊത്തം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മൊത്തം ആൾക്കാർ കുറുപ്പുമടിയിലായിരുന്ന സ്ഥലത്ത് അവിടെ മൊത്തം ആൾക്കാരും കൂടിക്കണായിരുന്നു. പിന്നെ മൊത്തം നോയ്സ് ഇതൊക്കെയായിരുന്നു വണ്ടി. ഇപ്പം ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ആൾക്കാർ വരുമ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നല്ല ശാന്തം കാറ്റുണ്ട്, പിന്നെ അത്യാവശ്യം വെയിലുണ്ട്, വെളിച്ചമുണ്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു, റിയൽ ഈസ് നോട്ട് എ റിയാലിറ്റി എന്ന് പറഞ്ഞു. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട കുറേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ക്യാരക്ടറല്ല നമ്മുടെ റിയൽ ലൈഫിൽ, അത് വേറെയാണ് സംഭവം. മനസ്സിലായോ? അതായത് നമ്മൾ വീഡിയോ ക്യാരക്ടറും റിയൽ ലൈഫ് ക്യാരക്ടറും തമ്മിൽ ആരെയാണ് കാണരുത്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രത്തോളം നെറ്റ് ഷോർട്ടായി പോകേണ്ടെന്ന്. വൈഫുള്ളവർക്ക് സീനില്ല, അല്ലാതെ നെറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യണം, വീഡിയോ അപ്ലോഡ് ചെയ്യണ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഇപ്പം ഇങ്ങനെ എന്താ പറയണതെന്ന്. കാരണം ഓരോരുത്തരും വീഡിയോ എടുക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ റിസ്ക്കിലാണ്. കാരണം എല്ലാവരും റിസ്ക് ഇട്ടാണ് ശരിക്കും പണി ചെയ്യണം. അപ്പം ചിലപ്പോൾ അതിനകത്ത് ഹാപ്പി ആയിട്ടായിരിക്കും, ചിലപ്പോൾ സാഡ് ആയിട്ടായിരിക്കും എന്നിട്ട് ഹാപ്പി ആവാൻ വേണ്ടി വീഡിയോ എടുക്കണം. അത് എല്ലാവരും അങ്ങനെ, ഞാൻ മാത്രമല്ല എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. സോ ഗീസ്, നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ 2 അവന്മാരുണ്ടായിരുന്നു. അവന്മാരാണ് നടന്നുണ്ട്. നമുക്ക് അവന്മാർ വരട്ടെ. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് സംഭവം. ആരും അങ്ങനെ കാണരുത്. അതിപ്പോൾ ഏത് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയാലും ഞാനായാലും ആരായാലും. ഇപ്പം ഞാൻ സിംഗിൾ മച്ചാൻ ഒരു ചാനൽ ഇട്ടുകയാണെങ്കിൽ അത് റിയൽ ലൈഫിൽ അത് ജസ്റ്റ് നെയിം മാത്രമാണ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. എന്തായാലും വീഡിയോയിൽ വെക്കുക. അതൊരു ഹായ് പറഞ്ഞടാ. ഈ ശിവമാർ നമ്മുടെ ഫസ്റ്റത്തെ കൊച്ചി ടിവിയുടെ വീഡിയോ ഉണ്ടായതാണ്. നമ്മളൊക്കെ ഇറക്കി നിങ്ങളെക്കുറിച്ച് കമൻറ്റ്. ഈ ശവന്മാർ നമ്മുടെ കഴിഞ്ഞ കൊച്ചി ടിവിയുടെ വീഡിയോയിൽ അവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണ്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എന്തായാലും കിടക്കാം. ഞാൻ നമ്മളൊന്ന് കുറച്ചേരം ഇരിക്കട്ടെ. എന്നാലും ആൾക്കാർ കുറച്ച് വരുമ്പോഴത്തേക്ക് തിരക്കൊക്കെ ആവും. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഗീസ്, ഇവിടെ ആണെങ്കിൽ മറ്റേ ശബരിമലയ്ക്ക് പോണ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് അമ്പലത്തിലേക്ക് ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ആരെയും പിടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ അധികം ആൾക്കാരില്ലെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ 5:30 കടയിലും കയറണം. അപ്പോൾ ടൈമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ എടുത്ത് എന്താക്കുന്നതായിരിക്കും നല്ലത്. ഒരു പുള്ളിയൊക്കെ ഉണ്ട്, പുള്ളിയോട് ചോദിച്ചേക്കാം. എൻ്റെ പൊന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിസ്സാര പണി എന്നുള്ളത് എത്ര പേരെ തെറിയക്കിടന്നറിയോ. പിന്നെ ഓരോരുത്തരും പോകും താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അങ്ങനെ എത്ര പേരുടെ അടുത്തേക്ക് പോകണ സാധനം എന്നറിയോ. നല്ല റിസ്ക്കുള്ള പണി. അല്ല ചുമ്മാ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഡ്യൂറേഷൻ അല്ല. കാരണം ഇതൊരു 2.5 മണിക്കൂറെങ്കിലും എടുത്തിട്ടായിരിക്കും ഈ സാധനം നിങ്ങൾ 20 മിനിറ്റ് കാണണം. അത്ര റിസ്ക് അത്. അച്ഛാ ജസ്റ്റ് വെയിറ്റ് ചെയ്യോ. ഒരു യൂട്യൂബറാണ്. അപ്പോൾ December 10 മറ്റേ ജയറാമേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജയറാമേട്ടൻ്റെ ഒരു 5 സിനിമയുടെ പേര് പറയാമോ? 5 സിനിമ എന്ന് പറഞ്ഞാൽ മഴവിൽക്കാവടി, പട്ടാഭിഷേകം. ആരോഗ്യമൊന്നും കിട്ടൂല. ഇല്ല, കിട്ടും. നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. പിന്നെ മയിലാട്ടം. ഓറോടി ഇപ്പം ഇറങ്ങിയത് ഓർമ്മ.
ഈ അടുത്ത് ഇറങ്ങിയത് പറഞ്ഞ നമ്മളത് ആ ക്രൈം ത്രില്ലറില്ലേ ആ അത് മറ്റേ ഓസിലർ ആ ഒരു ഗിഫ്റ്റ് ഓക്കെ പേരെങ്ങനെയാ പേര് ഉപേഷ്. അപ്പൊ എന്റെ ചാനലിന്റെ പേര് സിംഗിൾ മച്ചാൻ ആ സിംഗിൾ മച്ചാൻ ഇൻസ്റ്റാഗ്രാമാ? അല്ല യൂട്യൂബിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലെന്താ? യൂട്യൂബില് ഞാൻ കൊറേ പേരോട് ചോദിച്ചിട്ട് ആരും വന്നില്ല. അതല്ല സിംഗിൾ മച്ചാന്നാണോ? ആ MA CHA ഉണ്ട് NN മച്ചാനാണോ? ആ അത്രേ ഉള്ളൂ. അത്ര ഇതാണോ ഇൻസ്റ്റയില് ഇതാ? ഇപ്പൊ എന്താ ചോദിച്ചേ? ഞാൻ ജയറാമേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു 5 സിനിമയുടെ പേര് അറിയാം. ഇതല്ലല്ലോ, ഇത് വേറെ സിംഗിൾ മച്ചാൻ. ഒരേ ഉള്ളു ഫസ്റ്റ്. ആ ഞാൻ ബ്രോയുടെ പേര് എങ്ങനെയാ? എവിടെ പുള്ളി ഭയങ്കര വൈബായിരുന്നു. ഞാൻ ഫസ്റ്റ് പുള്ളി സംഭവം ഞാൻ പറയില്ല, ഗിഫ്റ്റ് നമ്മളങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു വലിയ ഗിഫ്റ്റ് കൂടി ഉണ്ട്. അത് ആരാന്ന് വെച്ചാൽ നമ്മൾ വന്നാൽ കൊടുക്കും സെറ്റ്. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ള ആളുകളെ വെച്ച് നമ്മൾ എവിടെ നിന്ന് പോയി കണ്ടുപിടിച്ച് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നാൽ വീഡിയോ എടുത്തിരിക്കും, അത്രേ ഉള്ളൂ. ഹലോ, ജസ്റ്റ് വെയിറ്റ് ചെയ്യോ, ഞാനൊരു യൂട്യൂബറാണേ. അല്ല ചെറുതായിട്ട് ഒരു ഇതുള്ളൂ. ജയറാമേട്ടനെ അറിയോ? ആ ജയറാമേട്ടൻ ഒരു 3 സിനിമ പറയാൻ ഗിഫ്റ്റ് കിട്ടും. 3 സിനിമ. അയ്യോ, എന്നെ ഇപ്പൊ പെട്ടെന്നിട്ട് കഴിഞ്ഞാൽ 3 സിനിമ. ആ പെട്ടെന്ന് ചോദിച്ച ഇന്നലെ പിന്നെ അച്ചായൻ. ആ 2 പോരട്ടെ. ഹസ്ബൻഡ്സ് ഹാപ്പി ഐശ്വര്യ അറിയാൻ പാടുള്ളത് പറഞ്ഞിട്ട് സോ ഗിഫ്റ്റ്. ഓക്കെ, പേരെങ്ങനെയാ? പേര് ചാനലിൻ്റെ പേര് സിംഗിൾ മച്ചാൻ, സെർച്ച് ചെയ്യാൻ കാണാം. ഓക്കെ, അപ്പോൾ ജയറാമേട്ടൻ്റെ ബർത്ത്ഡേ 10-ാം തീയതിയാണ്. 10-ാം തീയതി വീഡിയോ ഉണ്ടാവും. അത് ഇടിക്ക്. ഓക്കെ, ആ ഓരോന്നും എന്ത് പറഞ്ഞേ? ആ ഓക്കെ, ശരിയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ 2 വലിയ ഗിഫ്റ്റ് 2 പറഞ്ഞ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ മൊത്തം ചെറിയ ഗിഫ്റ്റാണ്. ഓക്കെ ചേച്ചി ഒന്ന് നിൽക്കോ, ചേച്ചി ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് പറഞ്ഞു ചേച്ചി ഓടി. നമുക്ക് അടുത്ത ആൾക്കാരെ പിടിക്കും, കുഴപ്പമില്ല. ഗൈസ്, ഇപ്പോൾ അത്യാവശ്യം 2 പേരെ കിട്ടിയുള്ളൂ. എന്തായാലും നമ്മൾ ജയറാമേട്ടനായതുകൊണ്ട് തന്നെ ആലുവയിലല്ല വീഡിയോ എടുക്കുന്നത്. കാരണം ജയറാമേട്ടൻ്റെ നാട് എവിടെയാണ്? പെരുമ്പാവൂർ. അപ്പോൾ അവിടെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ 3 പാർട്ടിലുണ്ടാവും. ഇതിപ്പോൾ ക്വസ്റ്റിൻ്റെ വീഡിയോ ആയിരിക്കും. അടുത്ത ജയറാമേട്ടൻ്റെ, പക്ഷേ ഇത് എന്തായാലും 10-ാം തീയതി അപ്ലോഡ് ചെയ്യും. അടുത്തത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ 10-ാം തീയതി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു 13 അല്ലെങ്കിൽ 14-ാം തീയതി ഇടും. അപ്പം ഇനി പെരുമ്പാവൂരാണ്. കാരണം അവിടെ നമ്മുടെ നാട്ടിലെ ഒരു നടൻ്റെ വീട് നമ്മുടെ നാട്ടിലല്ലാണ്ട് വേറെ സ്ഥലത്ത് പോയി എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നാണ് ചിന്തിച്ചപ്പോൾ പിന്നെ മനസ്സിലായ. ഇപ്പം എന്തായാലും എനിക്ക് 4:42 ആയിട്ടുണ്ട്. 5:30 നമുക്ക് കടയിൽ കയറണം. ഇവിടെ നിന്ന് കുറച്ച് നേരം ഇനിയിപ്പോൾ ബസ് കയറി നിന്നാണ്. ഇനിയിപ്പോൾ ആദ്യകാലം കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ കുറേ തപ്പി. ഞാൻ ഇവിടെ 3:30 ഇവിടെ വന്നതാണ്. ഇതുവരെയായിട്ട് 2 പേരെ കിട്ടിയുള്ളൂ. പിന്നെ കുറേ പേർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ പേര് അങ്ങനെ പോയി. സോ
വലിയ കൂപ്പുണ്ടല്ലോ, രണ്ടുപേരൊക്കെ വന്ന രണ്ടുപേർക്ക് നമ്മൾ വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ ഗിഫ്റ്റിനൊന്നും ഒതുക്കാനൊന്നും പോകില്ല, നമ്മളെന്തായാലും വലിയ ഗിഫ്റ്റ് ആക്കും. സോ ഈ വീഡിയോ വെച്ച് ഇവിടെ ഉണ്ടാക്കും. എന്തായാലും കുറച്ച് രണ്ടാൾക്കാരെ കിട്ടുന്ന വിഷമമൊന്നുമില്ല. നിങ്ങൾക്കും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഒരു 20 എണ്ണം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എത്ര സിനിമയാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. സോ എത്രയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രൈസ് നിങ്ങൾക്കും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക. എന്തായാലും ജയറാമേട്ടൻ്റെ ഇത് ബർത്ത്ഡേ കൊണ്ട് നമുക്ക് പെരുമ്പാറ് തന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമുള്ളൂ. സോ കമ്മിങ് സൂൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നിങ്ങളുടെ വീഡിയോ തന്നെ ലൈക്ക് അടിക്കുക, ശരി. ഓക്കെ, ഉറക്കം.